ഹലോ. അപ്പോൾ നമ്മളിന്ന് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, നമ്മൾ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ്റെ ഇൻട്രൊഡക്ഷൻ പേജ് ഇന്നലെ നമ്മൾ കവർ ചെയ്തു, ഈ പേജ് കവർ ചെയ്തു. ഇനി നമ്മൾ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്നുള്ള സെക്കൻഡ് ആസ്പെക്ട്, പിന്നെ ഞാൻ ഇന്നലെ ടെക്സ്റ്റ് ബുക്കിൻ്റെ NCERT ലൈൻ ബൈ ലൈൻ ഡിസ്കസ് ചെയ്യുന്നത് ഇട്ടിരുന്നു, കണ്ടിരുന്നോ എന്ന് നിങ്ങൾ അത് നോക്കുക. ഞാൻ ഇട്ടിരുന്നു എല്ലാം, ഞാനത് പ്ലേലിസ്റ്റിൽ കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ഇൻട്രോയുടെ ടെക്സ്റ്റിൽ നമ്മളിപ്പോൾ ഈ ഡെമോ ക്ലാസ് പോലെ നമ്മൾ ആ ഒരു ഇൻട്രൊഡക്ഷൻ നടത്തിയതും, പിന്നെ അതേപോലെ തന്നെ NCERT ലൈൻ ബൈ ലൈൻ പോകുന്നതെങ്കിൽ രണ്ടും ഇട്ടിട്ടുണ്ട്. ഓക്കെ. അപ്പൊ എന്താ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം? മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം അപ്പൊ നമ്മള് ഹ്യൂമൻ റീപ്രൊഡക്ഷനിൽ ഇനി നമ്മൾ ഒരു ജെൻഡറിലോട്ട് നമ്മൾ വരികയാണ്. ദാറ്റ് ഈസ് മെയിലിന്റെ കാര്യത്തിലോട്ടാണ് വരുന്നത് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് എന്തൊക്കെയാ പറയാൻ പറ്റുന്നത്? പ്രൈമറി സെക്സ് ഓർഗൻ നമ്മൾ പറഞ്ഞു, മെയിൽ ഗമീറ്റ്, സ്പേമിന്റെ കാര്യം നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ, സ്പേം. അപ്പൊ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൈമറി സെക്സ് ഓർഗൻ ഏതാ? മെയിലില് ഏതായിരിക്കും? ടെസ്റ്റിസ്. ഓക്കെ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഒരു പെയർ ഓഫ് ടെസ്റ്റിസ് ഉണ്ട് അല്ലെ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ അത് മാത്രമാണോ? പിന്നെ ഈ ടെസ്റ്റിസിന്റെ ES എന്ന് കാണും നിങ്ങൾ, പിന്നെ ഇങ്ങനെ കാണും ടെസ്റ്റിസ്. ഇതിനകത്ത് എന്താ? ഇത് സിംഗുലർ വേർഡ് ആണ്, അത് ആലോചിച്ചാൽ മതി. SI എന്നല്ല വേർഡ്സ് വരുന്നത്. അപ്പൊ ഇത് സിംഗുലർ ടേം യൂസ് ചെയ്യുന്നു. ഇത് ടെസ്റ്റിസ് നമുക്ക് രണ്ടെണ്ണം ഉണ്ടല്ലോ അല്ലെ, അപ്പം പ്ലൂറൽ ടേം അതിനെ ഡിനോട്ട് ചെയ്യുന്നതാണ്. അപ്പൊ പെയർ ഓഫ് ടെസ്റ്റിസ് ഉണ്ടെന്ന് മനസ്സിലായി. പിന്നെന്താണുള്ളത്? പിന്നെന്താ? അതേപോലെ തന്നെ ഒരു accessory ducts. ഇതെന്തായിരിക്കും? ഈ ഡക്സ് എന്ന് പറഞ്ഞ വേർഡിന്റെ മീനിങ് എന്താ? വേറെ ഒന്നുമില്ല, കുറച്ച് ട്യൂബുകൾ. നമ്മുടെ NCERTക്ക് ഒരു പഞ്ച് കൊടുക്കാൻ വേണ്ടി കുറെ വേർഡുകളൊക്കെ നമ്മുടെ ബയോളജി ടേംസുകൾ വരും. വേറെ ഒന്നുമില്ല, ഈ സ്പേം ഉണ്ടാകുമ്പോൾ അതിനെ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ടുള്ള കുറെ കുഞ്ഞു കുഞ്ഞു ട്യൂബ്സുകൾ, അത് പലതരം ട്യൂബ്സുകൾ കയ്യിൽ വരുന്നുണ്ട്. അക്സസറി എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡറി ആയിട്ടുള്ള ഒരു സെക്കൻഡറി സെക്സ് ഓർഗൻ പാർട്ടുകൾ എന്നൊക്കെ നമ്മൾ പറയും ഈ ഭാഗങ്ങളൊക്കെ. എന്നുവെച്ചാൽ സഹായിക്കുന്ന, പ്രൈമറി സെക്സ് ഓർഗനെ സഹായിക്കുന്ന. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, പ്രൈമറി സെക്സ് ഓർഗന്റെ മെയിൻ ഫംഗ്ഷൻ എന്തായിരിക്കും? ടെസ്റ്റിസിന്റെ മെയിൻ ഫംഗ്ഷൻ എന്തായിരിക്കും? ഗമേറ്റ്സുകളെ പ്രൊഡ്യൂസ് ചെയ്യുക. ചിലപ്പോൾ സെക്സ് ഹോർമോൺസുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഇല്ലേ, ചിലപ്പോൾ എല്ലാം ഉണ്ട്, നമ്മളത് കാണും. ഓക്കെ, നമ്മളിപ്പോൾ കാണാൻ പോകുന്നതുകൊണ്ടാണ് അതിലൊരു പെയിന്റിങ് ഒരു ഇൻട്രോ ഇടാന്ന് വെച്ച് ഇടയിൽ പോകുന്നു. ഇനി രണ്ടാമത് അക്സസറി ഡക്ട്സ്. അതിന്റെ ഫംഗ്ഷൻ എന്താ? ട്രാൻസ്പോർട്ട് ആണ്. ഇവിടെ ഗമേറ്റ്സിന്റെ ട്രാൻസ്പോർട്ട് ആണ് നടക്കുന്നത്, അല്ല അതിന്റെ പ്രൊഡക്ഷനോ അല്ലെങ്കിൽ ഹോർമോൺസുകളുടെ പ്രൊഡക്ഷനോ ഒന്നും ഇതിന്റെ ഇടയിൽ ഇല്ല. അത് ചിലപ്പോൾ നിങ്ങൾക്ക് MCQ ചോദിക്കാം. ഓക്കെ. അപ്പൊ അക്സസറി ഡക്ട്സുകൾ ഉണ്ട്, പിന്നെ കുറച്ച് അക്സസറി ഗ്ലാൻഡുകളുണ്ട്. എന്താണ് ഈ ഗ്ലാൻസ്? കുറെ സെക്രീഷൻസുകൾ പുറത്തേക്ക് വിടുന്നു അല്ലെ, അതും നമ്മൾ പഠിക്കും. ഓക്കെ. ഇനി എക്സ്റ്റേണൽ ജെനിറ്റാലിയ. ഇതെന്താ? എക്സ്റ്റേണൽ. അപ്പൊ നമുക്ക് മനസ്സിലായി, എന്തോ പുറത്തേക്ക് എന്നാണ് ഉദ്ദേശിച്ചത്. ജെനിറ്റാലിയ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഡോക്ടറൊക്കെ എക്സാമിൻ ചെയ്തിട്ട് പറയും കുട്ടി ആണാണോ പെണ്ണാണോ. ഇവിടെ പറയില്ല, ഇന്ത്യയിൽ ബാൻ ഉണ്ട് അതിന്, പക്ഷെ പുറമേയൊക്കെ പറയുന്നു. അപ്പൊ ഇതൊക്കെ എക്സ്റ്റേണൽ. അതുമാതിരി തന്നെ നമ്മളൊരു കുട്ടി ജനിക്കുമ്പോൾ എങ്ങനെയാ മനസ്സിലാവുന്നത്? നമുക്ക് മറ്റൊരു അമ്നിയോസിസ് വഴിയൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്ന ഒരു പരിപാടിയാണ്, അത് റിപ്പോർട്ടീവ് ഹെൽത്തിൽ നമ്മൾ പഠിക്കും. അതൊരു തുടക്കത്തിലുള്ള വീക്കുകളിൽ നമുക്ക് അങ്ങനെ എക്സ്റ്റേണൽ ജെനിറ്റാലിയ അത്രയും വിസിബിൾ ആയിരിക്കില്ല. പക്ഷെ നമ്മളൊരു കുട്ടിയെ നോക്കി ആണാണോ പെണ്ണാണോ എങ്ങനെയാ മനസ്സിലാവുന്നത്? അവര് എക്സ്റ്റേണൽ ആർ ജെനൈറ്റൽ റീജിയൻസ് അല്ലെങ്കിൽ റിപ്പോർട്ടീവ് ഓർഗൻസിന്റെ എക്സ്റ്റേണൽ ആർ റീജിയൻസ് അല്ലെ, അത് എങ്ങനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് മെയിലും ഫീമെയിലും നമുക്കൊരു ഐഡിയ ഉണ്ടാവും. ഓക്കെ. അപ്പൊ നമ്മൾ കുറച്ച് സയന്റിഫിക് ടേംസുകളൊക്കെ ഇവിടെ പഠിക്കും. ബാക്കിയുള്ളവർക്ക് കോമൺ സെൻസ് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും അല്ലെ. അപ്പൊ എക്സ്റ്റേണൽ ജെനിറ്റാലിയെ പറ്റി നമ്മൾ നല്ല നല്ല അടിപൊളി പേരുകളൊക്കെ ഇട്ട് നമ്മൾ പഠിക്കും. അപ്പൊ എന്താണ് അത്? ആ ഫസ്റ്റ് ലൈൻ പറയുന്നുള്ളൂ. മെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്തൊക്കെയുണ്ട്? പെയർ ഓഫ് ടെസ്റ്റസ് രണ്ടെണ്ണുണ്ട്. പിന്നെന്താണ്? അക്സസറി ഡക്റ്റുകൾ, അക്സസറി ഗ്ലാൻഡുകൾ, എക്സ്റ്റേണൽ ജെനിറ്റാലിയ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇനി നമ്മൾ അവർ പറയുന്നത് അടുത്ത ഭാഗങ്ങൾ. അപ്പൊ ഈ ടെസ്റ്റസ് വെറുതെ അങ്ങനെ എവിടെയാ ടെസ്റ്റസിനെ കാണാം എന്നാണ് ചോദിക്കുന്നത്. ടെസ്റ്റസ് എവിടെയാ? മെയിൽസിന്റെ കേസ് നമുക്കറിയാം, അതിന്റെ എക്സ്റ്റേണൽ ജെനിറ്റാലിയയുടെ പോർഷനും അതോടൊപ്പം തന്നെ അതിന്റെ ടെസ്റ്റസ്, ഒരു പെയർ ഓഫ് ടെസ്റ്റസ്
അതൊരു ഒരു തരം സഞ്ചിയിലാണ് അല്ലെ. ഒരു സ്ക്രോട്ടം എന്ന് പറയുന്ന ഒരു സഞ്ചിയിൽ പെയർ ഓഫ് ടെസ്റ്റിസ് ഉണ്ടാവും അല്ലെ, പെയർ ഓഫ് ടെസ്റ്റിസ്. പിന്നെ അവിടെ തന്നെ പിന്നെന്താണ് എക്സ്റ്റേണൽ ജെനിറ്റാലിയ പുറത്തേക്ക് വരുന്നുണ്ടാവും. എക്സ്റ്റേണൽ ജെനിറ്റാലിയയുടെ ഭാഗം പുറത്തേക്കും ഉണ്ട് അല്ലെ. ഇത് നമ്മൾ പഠിക്കും. ഇതൊക്കെ റഫ് ഡയഗ്രം. ഇത് ഞാൻ നിങ്ങൾക്ക് NCERT ടെക്സ്റ്റ് ബുക്ക് കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ആ ബാഗ് നിങ്ങൾ വേറെ ഒന്നുമില്ല, ഒരു നിങ്ങളുടെ ഒരു ബാഗ്, ആ ബാഗിൽ നിങ്ങൾ എന്തെങ്കിലും കുറച്ച് പുസ്തകങ്ങളൊക്കെ ഇടും. അതേപോലെ ഒരു സ്ക്രോട്ടം എന്ന് പറയുന്ന സ്ട്രക്ചർ ഉണ്ട്. സ്ക്രോട്ടം എന്ന് പറഞ്ഞാൽ ഒരു പൗച്ചാണ്, ഒരു സാക്ക് എന്നൊക്കെ നമുക്ക് പറയാം. അതിൻ്റെ ഉള്ളിലാണ് ഈ പെയർ ഓഫ് ടെസ്റ്റിസ് ഉണ്ടാവുക. അത് എക്സ്ട്രാ അബ്ഡോമിനൽ ആയിട്ടാണ് കാണുക. എവിടെയാ കാണുക? എക്സ്ട്രാ അബ്ഡോമിനൽ. അബ്ഡോമിനൽ ഏത് ഭാഗത്ത്? പെൽവിസ് റീജിയൻ. പെൽവിസ് റീജിയൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളുടെ ഇപ്പോൾ വൈറ്റ് ആയിട്ട് റിപ്പോർട്ടീവ് ഓർഗൻസുകളൊക്കെ വരുന്ന ഏരിയ, നമ്മുടെ ലോവർ അബ്ഡോമിൻ ഏരിയനാണ് പെൽവിസ് റീജിയൻ എന്ന് പറയാം. അപ്പൊ ജെൻസിന്റെ കേസിൽ അത് എക്സ്റ്റേണൽ ജെനിറ്റാലിയ മീൻസ് നമ്മുടെ യൂറിൻ പാസ് ചെയ്യുന്ന ആ ഒരു സ്ട്രക്ചർ. ഓക്കെ, അതും അതിൽ കൂടെ തന്നെയാണല്ലോ സെമനും സ്പേം ഒക്കെ വരുന്നത് അല്ലെ. അപ്പൊ ആ ഒരു സ്ട്രക്ചറും പിന്നെ ടെസ്റ്റസും അതിന് തൊട്ട് താഴെ ഒരു സാക്കില് അതെന്തുണ്ടാവും? പെയർ ഓഫ് ടെസ്റ്റസ് ഉണ്ടാവും. ആ സാക്കിന് നമ്മൾ പറയുന്ന പേരാണ് സ്ക്രോട്ടം. നല്ല അടിപൊളി പേരല്ലേ, സ്ക്രോട്ടം. സാക്ക് എസ് സ്റ്റാർട്ട് ചെയ്യുമെന്ന് മനസ്സിലാക്കാം. ഇനി ഇത് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ എത്രയാ? ഒരു 37 ഡിഗ്രി സെൽഷ്യസ് ആണല്ലോ. അപ്പൊ ഇതിൽ നിന്നും എത്ര ഡിഗ്രിയാണ് കുറയുന്നത്? ദാറ്റ് ഈസ് 2 to 2.5 ഡിഗ്രി സെൽഷ്യസ് ലോവർ ആയിരിക്കും. മനസ്സിലായോ? അതായത് ഈ എന്തുകൊണ്ടാണ് അപ്പൊ ഈ ടെസ്റ്റസിനുള്ളിൽ കിടന്നാൽ പോരെ ബോഡിയിലെ? ഇതെന്തിനാ പുറത്ത് വന്നേ? പുറത്ത് വന്ന വേറെ ഒന്നുമല്ല, നമ്മുടെ ബോഡി ടെമ്പറേച്ചർ 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതിൽ നിന്ന് ഒരു 2 ഡിഗ്രി മൈനസ് ചെയ്യുമ്പോൾ എത്രയാവും? ഒരു 35 ഡിഗ്രി സെൽഷ്യസ്. അപ്പൊ ആ ഒരു റേഞ്ചിൽ 2 to 2.5 ഡിഗ്രി സെൽഷ്യസ് നമ്മുടെ ബോഡി ടെമ്പറേച്ചറിനേക്കാളും കുറവ് വേണം ഈ ടെസ്റ്റസിന് ഫംഗ്ഷൻ ചെയ്യാൻ, സ്പേം പ്രൊഡക്ഷൻ നടത്താനായിട്ട്. അപ്പോൾ സ്ക്രോട്ടത്തിന്റെ ടെമ്പറേച്ചർ എപ്പോഴും 2 to 2.5 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് ആലോചിച്ച് വെക്കണം. പിന്നെ എന്താണ് പറയുന്നത്? അതെന്തിനാണ്? സ്പെർമാറ്റോജെനസിസിനെ ഫേവർ ചെയ്യാൻ. സ്പെർമാറ്റോജെനസിസ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. സ്പെർമാറ്റോജെനസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോർമേഷൻ. സ്പെർമാറ്റോ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പേമിന്റെ ഫോർമേഷൻ. മെയിൽസിന്റെ കാര്യമാണല്ലോ നമ്മൾ പറയുന്നത്. അതെ. ഇനി എന്താ പറയുന്നത്? ഇനി പറയുന്നത് ഈ ടെസ്റ്റസ് സുമ അങ്ങനെയൊന്നും ഇല്ല. അതിന് കുറച്ചും കൂടി ഒരു എന്താ പറയാ, ഒരു പവറൊക്കെ വേണ്ടേ. അപ്പൊ അതിനൊരു ഡെൻസ് കവറിംഗ് ഒക്കെ ഉണ്ട്. ടെസ്റ്റസിന് ഒരു ഡെൻസ് കവറിംഗ് ഒക്കെ ഉണ്ട്. ഒരു ഡെൻസ് കവറിംഗ് വരുന്നുണ്ട്. അത് അത്രയും മെൻഷൻ ചെയ്യുന്നുള്ളൂ. ഓക്കെ. പിന്നെ നമ്മൾ എന്താ പറയുന്നത്? ഈച്ച് ടെസ്റ്റസ് നമ്മൾ ഇനി ഒരു ടെസ്റ്റസ് എടുത്തു. ടെസ്റ്റസ് എടുത്തു കഴിഞ്ഞിട്ട് പറയാണ് ഇനി ഇത് എങ്ങനെയായിരിക്കും അതിന്റെ ഉൾഭാഗം എന്ന് ഒരാൾ ചോദിക്കുകയാണ്. അപ്പോൾ അവര് സയന്റിസ്റ്റുകളൊക്കെ നോക്കട്ടെ, ഞാൻ ഒരു സെക്ഷണൽ വ്യൂ ഒക്കെ നോക്കട്ടെ എന്ന് പറഞ്ഞാൽ അവരെന്ത് ചെയ്തു? അതിന്റെ ഉള്ളു തുറന്ന് നോക്കിയപ്പോൾ കണ്ടത് ഇങ്ങനത്തെ കുറെ കമ്പാർട്ട്മെന്റ്സുകൾ ഉണ്ട്. ഇങ്ങനത്തെ എത്ര കമ്പാർട്ട്മെന്റ്സുകൾ ഉണ്ടാവും? 250 കമ്പാർട്ട്മെന്റ്സ് ഉണ്ടാവും. 250 കമ്പാർട്ട്മെന്റ്സ്. അതിന് നമ്മൾ എന്ത് പറയും? ടെസ്റ്റിക്കുലാർ ലൊബ്യൂൾസ്. ടെസ്റ്റിക്കുലാർ ലൊബ്യൂൾസ്. ഒന്നുമില്ല, ഒരു 250 കമ്പാർട്ട്മെന്റ് അതിൻ്റെ ഉള്ളിലുണ്ട്. ടെസ്റ്റസ് സെക്ഷൻ എടുത്തു, അതിനുള്ളിൽ എന്താണുള്ളത്? കുറെ കമ്പാർട്ട്മെന്റ്സുകൾ ഉണ്ട്. ടെസ്റ്റിക്കുലാർ ലൊബ്യൂൾസ് എന്നുള്ളൊരു വലിയ മനോഹരമായ ഒരു പേര് കിട്ടും നമ്മൾ. ഓക്കെ. ഇനി നമ്മൾ ഇതിന്റെ ഉള്ളില് ഈ ലൊബ്യൂളുകൾ നമ്മൾ കണ്ടു, കുറെ ലൊബ്യൂളുകൾ ഉണ്ടെന്ന് മനസ്സിലായി. ഇനി ഇതില് ഒരു ലൊബ്യൂളിനെ നമ്മൾ ഫോക്കസ് ചെയ്യാണ്. ഒരു ലൊബ്യൂളിനെ ഞാൻ പുറത്തേക്ക് എടുക്കുകയാണ്. ഓക്കെ. അതിൽ ഒരു ലൊബ്യൂളിന്റെ ഉള്ളിൽ അവർ പറയുന്നത് കോയിലായി കിടക്കുന്ന 1 to 3 സെമിനിഫറസ് ട്യൂബ്യൂൾസുകൾ ഉണ്ടാവുന്നു. ഇതിലെ ഒരു ലൊബ്യൂൾ. അപ്പൊ എല്ലാ കമ്പാർട്ട്മെന്റിനുള്ളിലും 250 കമ്പാർട്ട്മെന്റിനുള്ളിലും 1 തൊട്ട് 3 വരെയുള്ള എന്തുണ്ടാവും? സെമിനിഫറസ് ട്യൂബ്യൂൾസ്. 1 to 3 സെമിനിഫറസ് ട്യൂബ്യൂൾസ്. ഓക്കെ, ട്യൂബ്യൂൾസ്. ഇതൊക്കെ ആയില്ലേ? അപ്പൊ നമ്മൾ പറഞ്ഞു ടെസ്റ്റസ് അതിനൊരു ഡെൻസ് കവറിംഗ് ഉണ്ട്. അത് എക്സ്ട്രാ അബ്ഡോമിനൽ ആണ്, സ്ക്രോട്ടത്തിന്റെ ഉള്ളിലാണ്, പെയർ ആണ്, ഒരു പെയർ ഓഫ് ടെസ്റ്റസ് ഉണ്ട്. പിന്നെന്താണ്? അതിന്റെ ഒരു സെക്ഷണൽ വ്യൂ എടുത്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിൽ കുറെ കമ്പാർട്ട്മെന്റ്സുകൾ ഉണ്ട്. അപ്പൊ അതിന് നമ്മൾ 250 ടെസ്റ്റിക്കുലാർ ലൊബ്യൂൾസ് എന്ന് പറയും. അതിലൊരു കമ്പാർട്ട്മെന്റ് എടുത്ത് പുറത്ത് നമ്മൾ പിന്നെയും അതിനുള്ളിൽ സൂം ചെയ്ത് നോക്കിയാൽ 1 to 3 സെമിനിഫറസ് ട്യൂബ്യൂൾസുകൾ കാണും. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ സെമിനിഫറസ് ട്യൂബ്യൂൾസ് ഇവിടെയാണ് നമ്മൾ പറഞ്ഞില്ലേ ടെസ്റ്റിസിലാണ് സ്പെർമാറ്റോജെനസിസ് നടക്കുന്നതെന്ന്. കറക്റ്റ് ലൊക്കേഷൻ ആണ് പറയുന്നത് സെമിനിഫറസ് ട്യൂബ്യൂളിലാണ്. അത് നിങ്ങൾ ആലോചിച്ചാൽ മതി. ആ ഒരു വേർഡ് ദാറ്റ് ഇസ് സെമൻ, അത് ഇവിടെ റിലേറ്റ് ചെയ്യാൻ ഒന്ന് കോറിലേറ്റ് ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. സെമിനിഫറസ് ട്യൂബ്യൂളിലാണ് നമ്മൾ എന്ത് കാണുന്നത്? സ്പേം അതിന്റെ ഫോർമേഷൻ നടക്കുന്ന ഏരിയ. ഇനി അവരെന്താ പറയുന്നത്? ഇനി ഓരോ സെമിനിഫറസ്, ഇപ്പൊ 3 സെമിനിഫറസ് ട്യൂബ്യൂൾ ഇല്ലേ, ഇനി ഇതിൽ നിന്ന് ഒരു സെമിനിഫറസ് ട്യൂബ്യൂളിനെ എന്ത് ചെയ്യും? എടുക്കും. ഓക്കെ. ഇതിൽ നിന്ന് ഒരു സെമിനിഫറസ് ട്യൂബ്യൂളിനെ എടുത്തിട്ട് എന്ത് ചെയ്യാൻ പോവാണ്? അതിനെ കട്ട് ചെയ്യും. അപ്പൊ അതിന്റെ ഒരു ക്രോസ് സെക്ഷണൽ വ്യൂ കാണും. ഓക്കെ. ഇനി അതിലെന്തുണ്ടെന്നാ പറയുന്നത്?
അതിലെന്തുണ്ടെന്നാ പറയുന്നത്? അതിൽ അവർ പറയാന്ന് ഈ സെമിനിഫറസ് ട്യൂബ്യൂൾ ഇസ് ലൈൻഡ് ബൈ കുറച്ച് സ്പെർമാറ്റോഗോണിയ സെൽസുകൾ ഉണ്ട്. സ്പെർമാറ്റോഗോണിയ സെൽസ്. ഓക്കെ, സ്പെർമാറ്റോഗോണിയ സെൽസ്, പിന്നെ സെർട്ടോളി സെൽസ്. സെർട്ടോളി സെൽസ് ഞാൻ വേറൊരു ഷെയ്ഡിൽ കൊടുക്കാം. സെർട്ടോളി സെൽസ് ഉണ്ട്. ഓക്കെ, സെർട്ടോളി സെൽസ് ഉണ്ട്. ഇങ്ങനെ അറേഞ്ച് ചെയ്ത് പോകും. ഇങ്ങനെ അറേഞ്ച് ചെയ്ത് പോകും. ഓക്കെ, ഇങ്ങനെ പോയിട്ടുണ്ടാവും. ഇങ്ങനെ കുറെ സെമിനിഫറസ് ട്യൂബ്യൂൾസ് ഉണ്ട്. ഇവിടെയുണ്ട് സെമിനിഫറസ് ട്യൂബ്യൂൾസ്. എവിടെയാണ് എൻ്റെ പേര് കാണുന്നില്ല? റെഡ്. ഇതും സെമിനിഫറസ് ട്യൂബ്യൂൾസ് ആണ്. ഇതും സെമിനിഫറസ് ട്യൂബ്യൂൾസ് ആണ്. ഇതൊക്കെ ഞാനൊരു പടം എടുത്ത് കാണിച്ചിരുന്നു. ഓക്കെ, അതിന്റെ ക്രോസ് സെക്ഷൻ. പിന്നെ എന്താണ് അവർ പറയുന്നത്? അത് കഴിഞ്ഞിട്ട് അവർ പറയുന്നത് ഇവിടെ കുറച്ച് ഇൻഡസ്ട്രീഷ്യൽ സെൽസുകൾ വരുന്നുണ്ട്. ഒരു സ്പേസ്, ഈ സെമിനിഫറസ് ട്യൂബ്യൂളുകളുടെ ഇടയിലുള്ള സ്പേസിൽ കുറച്ച് ഇൻഡസ്ട്രീഷ്യൽ സെൽസുകൾ വരുന്നുണ്ട്. പിന്നെന്താണ് ഇവിടെ ആയിരിക്കും അപ്പൊ സ്പേം ഫോർമേഷൻ നടക്കുന്നത് ലുമനിൽ. ഓക്കെ, സ്പേം ഫോർമേഷൻ നടക്കുന്നുണ്ട്. മനസ്സിലായോ? അതെ, ദാറ്റ് ഈസ് each lobule 1 to 3 seminiferous tubules ഉണ്ടെന്ന് മനസ്സിലായി. അതിന് നമ്മൾ ക്രോസ് സെക്ഷൻ എടുത്തു. എന്നിട്ട് ഒരു ട്യൂബിനെ കട്ട് ചെയ്ത് നോക്കിയപ്പോൾ മനസ്സിലായി അതിനുള്ളിൽ എന്തുണ്ട്? സെർട്ടോളി സെൽസുകൾ ഉണ്ട്. ഐ മീൻ നോട്ട് സെർട്ടോളി സെൽസ്, സ്പെർമാറ്റോഗോണിയകൾ ഉണ്ട്. സ്പെർമാറ്റോഗോണിയ ലൈൻ ചെയ്തിട്ടുണ്ട്. സെർട്ടോളി സെൽസ് ഉണ്ട്. ഈ നീല കളറിൽ കാണുന്നതാണ് സെർട്ടോളി സെൽസ്. ഓക്കെ, സെർട്ടോളി സെൽസ് ഉണ്ട്. പിന്നെന്താണ്? ഇൻഡസ്ട്രീഷ്യൽ സ്പേസുകൾ, കുറെ ഇൻഡസ്ട്രീഷ്യൽ സെൽസുകൾ ഉണ്ട്. അതിന് നമ്മൾ പറയും ഇൻഡസ്ട്രീഷ്യൽ സ്പേസ് എന്ന് പറയും. ഓക്കെ, പിന്നെന്താ പറയുന്നത്? അപ്പോ ഇവിടെ പറയുന്നത് ഈ സ്പെർമാറ്റോഗോണിയയ്ക്ക് വേറൊരു പേരും കൂടിയുണ്ട്. അവരാണ് മെയിൽ ജേം സെൽസ്. വേറൊന്നുമില്ല, ഇവരാണ് ആദ്യം എന്ത് ചെയ്യാ ആ മിയോസിസിലേക്ക് പോകുന്നത്. ദാറ്റ് ഈസ് ഇവരിങ്ങനെ മൈറ്റോസിസ് നടന്ന് ഇതിന് കുറച്ച് സ്പെർമാറ്റോഗോണിയ സെൽസ് എന്താവും? പ്രൈമറി സ്പെർമാറ്റോസൈറ്റുകളാവും. നിങ്ങൾ പഠിക്കും. അവരാണ് പിന്നീട് മിയോസിസ് ഒക്കെ നടന്ന് ഫൈനലി സ്പേംസ് ആവുന്നത്. അപ്പോൾ ഒരു മദർ ലൈക്ക് ഫാക്ടർ ഞങ്ങളിൽ നിന്നാണ് അവർ ഉത്ഭവിക്കുന്നത് എന്ന് അവർ പറയുന്നതാണ്. അതുകൊണ്ടാണ് അവരെ മെയിൽ ജേം സെൽസ് എന്ന് വിളിക്കുന്നത്. വേറൊന്നുമില്ല, ഈ ജേം സെൽസുകളെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇനീഷ്യേറ്ററി ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് സ്പെർമാറ്റോഗോണിയ. പിന്നെ ഈ സെർട്ടോളി സെൽസ് എന്തായിരിക്കും അവിടെ? അവർ ന്യൂട്രീഷൻ കൊടുക്കും. ഇവരുണ്ടാക്കിയാൽ മാത്രം പോരാ, അവർക്ക് വിശക്കില്ലേ സ്പേംസുകൾക്ക്. അപ്പൊ ന്യൂട്രീഷൻ കൊടുക്കും. അതാണ് ഇവരുടെ ഹെഡ് ഇതിൽ എംബഡ് ചെയ്ത് കിടക്കും സെർട്ടോളിയിൽ. ഓക്കെ, അപ്പൊ അവർക്ക് ഫുഡ് കിട്ടും. ഇനി ന്യൂട്രീഷൻ കിട്ടും. പിന്നെ എന്താണ് ഇവിടെ ഇൻഡസ്ട്രീഷ്യൽ സെൽസ്? അത് വെറുതെ ആണോ? അവർ വെറുതെ ഒന്നുമല്ല. അവർ കുറച്ചവിടെ ഇൻഡസ്ട്രീഷ്യൽ സെൽസുകൾ നമ്മൾ വേറൊരു പേരും കൂടിയും പറയും. ഇൻഡസ്ട്രീഷ്യൽ സ്പേസിൽ എന്ത് കാണുന്നുണ്ട്? ഇൻഡസ്ട്രീഷ്യൽ സെൽസുകൾ കാണുന്നുണ്ട്. ഇൻഡസ്ട്രീഷ്യൽ സെൽസുകൾ കാണുന്നുണ്ട്. പിന്നെ അതിന്റെ വേറെ പേരെന്താണ്? ലേഡിക് സെൽസ്. ലേഡിക് സെൽസ്. ഓക്കെ, ലേഡിക് സെൽസ്. അപ്പൊ ലേഡിക് സെൽസിന്റെ ഫംഗ്ഷൻ എന്താണ്? അവര് നമ്മൾ പറഞ്ഞു ഈ ടെസ്റ്റിസ് എന്ന് പറയുന്നത് ഒരു പ്രൈമറി സെക്സ് ഓർഗൻ ആണെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാ? ദാറ്റ് ഈസ് ഗമേറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? ഗമേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് ലേഡിക് സെൽസ്. ലേഡിക് സെൽസ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? നമ്മുടെ ടെസ്റ്റോസ്റ്ററോൺ അല്ലെങ്കിൽ ടെസ്റ്റിക്കുലർ ഹോർമോൺസ് കോൾഡ് ആൻഡ്രോജൻസ്. ആൻഡ്രോജൻസ് ഇതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ്രോജൻ. അപ്പൊ ഇതെന്തിനാ? സ്പെർമാറ്റോജൻസിസ് നടക്കാൻ വേണ്ടിയാണ്. അപ്പോ അതേമാതിരി തന്നെ ഇതിൽ കുറച്ച് കോമ്പിറ്റന്റ് ഇമ്യൂണോളജിക്കൽ കോമ്പിറ്റന്റ് സെൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്ലഡിലൊക്കെ കാണുന്ന ലിംഫോസൈറ്റ്സുകൾ, മാക്രോഫേജസുകൾ, ഇതെല്ലാം ഇതിലും പ്രസന്റ് ആണ്. എന്തിനാണ്? പവർ കൊടുക്കാനാണ്. വേറെ എന്താ പറയാ, വല്ല ഫോറിൻ സബ്സ്റ്റൻസ് ഒക്കെ വരുമ്പോൾ അതിനെ എൻഗൾഫ് ചെയ്യാനും നശിപ്പിക്കാനൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിന്റെ ഒരു ഓവർവ്യൂ. ഓക്കെ, അപ്പൊ നമ്മള് ഇതിൽ പറഞ്ഞതിന് വേറെ എന്തെങ്കിലും എക്സ്ട്രാ പോയിന്റ് പറയാനുണ്ടോ? ഇല്ല, ഇത് അത്യാവശ്യം നമ്മൾ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇൻഡസ്ട്രീഷ്യൽ സെൽസുകളിൽ എന്ത് ഇൻഡസ്ട്രീഷ്യൽ സ്പേസ് റീജിയൻ ഔട്ട്സൈഡ് സെമിനിഫറസ് ട്യൂബ്യൂൾ ഇസ് കോൾഡ് ആസ് ഇൻഡസ്ട്രീഷ്യൽ സ്പേസ്. അവിടെ എന്താണ്? സ്മോൾ ബ്ലഡ് വെസൽസുകളൊക്കെ കാണുന്നുണ്ട്. ബ്ലഡ് വെസൽസിന്റെ ഉള്ളിൽ എന്തായിരിക്കും? അതിന്റെ മാക്രോഫേജസ്, ലിംഫോസൈറ്റ്സ് അവരൊക്കെ ഉണ്ടാവും. ഓക്കെ, നമുക്കറിയാം നമ്മളിലൊക്കെ വെന്യൂൾസ്, വെയിൻസ് അല്ലെങ്കിൽ ആർട്ടറീസ് ഇതിലൊക്കെ ആണല്ലോ ഒരു ക്ലോസ്ഡ് വെസൽസിലാണല്ലോ ബ്ലഡ് സപ്ലൈ വരുന്നത്. പിന്നെന്താണ്? അത് ഒരു ഇമ്മ്യൂണിറ്റി പവർ കൊടുക്കുന്നുണ്ട്. പിന്നെ അവിടുത്തെ കുറച്ച് ലേഡിക് സെൽസ് എന്നുള്ള ഒരു പേരുണ്ട്. അവരെന്ത് ചെയ്യുന്നുണ്ട്? ഈ ഇൻഡസ്ട്രീഷ്യൽ സെൽസിന്റെ വേറെ പേരാണ് ലേഡിക് സെൽസ്. അവരെന്ത് ചെയ്യുന്നുണ്ട്? ടെസ്റ്റിക്കുലർ ഹോർമോൺസ് ആൻഡ്രോജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ നമ്മൾ ഇപ്പോൾ ഈ കമ്പാർട്ട്മെന്റുകൾ 250 ആണെന്ന് പറഞ്ഞു. അതിൽ ഒരു കമ്പാർട്ട്മെന്റ് എടുക്കുമ്പോൾ 1 തുടങ്ങി 3 വരെ സെമിനിഫറസ് ട്യൂബ്യൂൾസ് ഉണ്ടാവും. അതിന്റെ സെക്ഷണൽ വ്യൂ എടുത്തു കഴിയുമ്പോൾ സെമിനിഫറസ് ട്യൂബ്യൂൾ is lined by spermatogonia male germ cells and it is also അതിലെന്തുകൊണ്ട് സെർട്ടോളി സെൽസുകളുണ്ട് which provides the nutrition. Okay, അപ്പോൾ formation of sperm is called as what? Spermatogenesis. Spermatogenesis. ഇനി എന്താ പഠിക്കേണ്ടത്?
ഇത് എന്തിനാണ് നിങ്ങൾക്ക് ലെക്ചർ നോട്ടായിട്ട് എഴുതി പോണേന്ന് അറിയൂ? വേറെ ഒന്നുകൊണ്ടല്ല, അല്ലാണ്ട് ഞാൻ കുറെ PPT ഒക്കെ ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അതെങ്ങനെ പാതി നിങ്ങളല്ലേ ഇപ്പം കുറച്ച് നേരം കഴിയുമ്പോൾ. അപ്പോൾ ഇതാകുമ്പോൾ നിങ്ങൾക്ക് ഓരോന്ന് എഴുതുന്നത് ശ്രദ്ധിക്കാം. പിന്നെ ഒരു ഇന്ററാക്ഷൻ ആണ്. ഇന്ററാക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ഇരുന്ന് അറിയാണ്ട് പഠിച്ചു പൊക്കോളും. അധികം സ്ട്രെയിൻ ഒന്നും ഇല്ലാണ്ട് കുറെ, അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് ഒരു ഈ ഫുള്ളായിട്ട് സ്ക്രീനിൽ ഞാൻ നിറച്ച് ലെറ്റേഴ്സ് ഒക്കെ കാണിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് 3-4 പാരഗ്രാഫ് ഒക്കെ കൂടി കാണിച്ചാൽ, ബുള്ളറ്റിലൊക്കെ കാണിച്ചാൽ നിങ്ങളുടെ മൈൻഡ് പോകും. അപ്പോൾ ഒരാൾ ഓർമ്മയിൽ എടുത്ത് റിലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് പഠിച്ചു പോയാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. അപ്പോൾ ഇനി നമ്മൾ ഓരോ മെയിൽ അക്സസറി ഡെക്റ്റുകളെ പറ്റി ഓരോന്നിനെയും പറ്റി പഠിക്കുകയാണ്. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ചോദിക്കട്ടെ, അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ ഇപ്പോൾ ഇതൊരു യൂറിനറി ബ്ലാഡറിന്റെ സ്ട്രക്ചർ ആണെന്ന് വെക്കുക. പിന്നെ ഇവിടുന്ന് നമ്മുടെ ഈ ഒരു സ്ട്രക്ചർ എന്താണ്, പീനസിന്റെ സ്ട്രക്ചർ പുറത്തേക്ക് പോകുന്നുണ്ട് ഇല്ലേ? പീനസിന്റെ സ്ട്രക്ചർ പുറത്തേക്ക് പോകുന്നുണ്ട്. അതിനൊരു ഫോർസ്കിൻ ലെയർ ഉണ്ട്, അത് നമ്മൾ പഠിക്കും. ഇനി ഇവിടെ ഒരു ഭാഗം പുറത്തേക്ക് കണക്ട് ചെയ്യുന്ന ഇങ്ങനത്തെ ഒരു ഭാഗം വരുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ അതിന് മുമ്പ് ഇവിടുത്തെ ടെസ്റ്റസ് കാണിച്ചു തരാം. ടെസ്റ്റസ്, പെയർ ഓഫ് ടെസ്റ്റസ് ഉണ്ട്. നമ്മൾ പറഞ്ഞ ലോബുകൾ ഉണ്ട്. ലോബുകളിൽ നിന്ന് അതെന്തായി പോകുന്നുണ്ട്, ഒരു നെറ്റ്വർക്കിലേക്ക് പോകുന്നുണ്ട്. ഓഫ് ട്യൂബ്യൂൾസ്, നെറ്റ്വർക്ക് ഓഫ് ട്യൂബ്യൂൾസ് ആണ്. പിന്നെ അവിടെ നിന്ന് കണക്ട് ചെയ്ത് ഈ നെറ്റ്വർക്ക് ഓഫ് ട്യൂബ്യൂൾസ് കഴിഞ്ഞ് ഇത് പുറത്തേക്ക് ഒരു ട്യൂബ് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഇവിടെ നിന്ന് അടുത്ത ട്യൂബ് അതിന് വേറെ കളർ കൊടുക്കാം. ഓക്കെ, അടുത്ത ട്യൂബ് പോകുന്നുണ്ട്. പിന്നെ ഇവിടെ നിന്ന് എന്താണ് പോകുന്നത്, ഓക്കെ, പിന്നെയാണ് ഇങ്ങനെ ഒരു ട്യൂബ് പോയിട്ട് അത് ഇവിടെ കിടക്കുന്നുണ്ട്. ഒരു സൈഡ് ഞാൻ കാണിക്കുന്നുള്ളേ. ഓക്കെ, പിന്നെ അല്ലാണ്ട് യൂറേറ്ററിന് ട്യൂബ് പോകുന്നുണ്ട്. യൂറേറ്ററിന്റെ ട്യൂബ് ഇവിടെ വേറെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു സെമിനൽ വെസിക്കിൾ വരുന്നുണ്ട്. പണം അങ്ങനെ ഇതിലോട്ട് ഓപ്പൺ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, നമുക്ക് ഡീറ്റെയിൽ പടങ്ങളൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുത്ത് കാണാൻ. ഇത് നമുക്ക് വേറെ ഒന്നുമില്ല, ഒരു കണക്ഷൻ കിട്ടിയാൽ മതി. അതിന് വേണ്ടിയാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താ, ഇത് നമ്മൾ അക്സസറി ഡക്റ്റുകളെ പറ്റി പഠിക്കുകയാണ്. അക്സസറി ഡക്റ്റുകൾ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വരുന്നത് റെറ്റി ടെസ്റ്റസ് ആണ്. റെറ്റി ടെസ്റ്റസ് എന്താണ്? റെറ്റി ടെസ്റ്റസ് അക്സസറി ഡക്ട്സ്. ഡക്ട്സ് നമ്മൾ എന്താ പറഞ്ഞത്, അത് ചെറിയ ചെറിയ ട്യൂബുകളാണ് നമ്മൾ പറഞ്ഞു അല്ലെ? ഓക്കെ, അപ്പോ നമ്മൾ ഇവിടുന്ന് കമ്പാർട്ട്മെന്റിൽ നിന്ന് സ്പേം ഉണ്ടായി കഴിഞ്ഞിട്ട് ഫസ്റ്റ് സ്ട്രക്ചർ ഒരു നെറ്റ്വർക്ക് ഓഫ് ട്യൂബ്യൂൾസിലോട്ട് പോകുന്നുണ്ട്. അതാണ് റെറ്റി ടെസ്റ്റസ്. പിന്നെന്താണ്, അത് കഴിഞ്ഞിട്ട് അത് പുറത്തേക്ക് നമ്മുടെ ടെസ്റ്റിസിന്റെ തന്നെ ഒരു പോസ്റ്റീരിയർ സർഫസ് ഉണ്ട്. അതിലോട്ട് കണക്ട് ചെയ്യുന്നത് ആരാണ്? വാസ എഫറൻഷ്യ എന്ന് പറഞ്ഞൊരു ട്യൂബാണ്. വാസ എഫറൻഷ്യ. അതിനെ എഫറന്റ് ഡക്ട്യൂൾസ് എന്നൊക്കെ വിളിക്കാറുണ്ട്. വാസ എഫറൻഷ്യ. അപ്പോ ഇത് കഴിഞ്ഞിട്ട് പിന്നെ സ്പേം കൊണ്ട് പോകും. സെമിനിഫറസ് ട്യൂബ്യൂൾസിന് ആദ്യം കൊണ്ടുപോയത് നെറ്റ്വർക്ക് ഓഫ് ട്യൂബ്യൂൾസ് ആയിട്ടുള്ള റെറ്റി ടെസ്റ്റസ്. പിന്നെ അവിടെ നിന്ന് ആരും കൊണ്ടുപോയി പുറത്തേക്ക് കൊണ്ടുവന്ന ആരാണ്? വാസ എഫറൻഷ്യ. അവിടെ നിന്ന് കൊണ്ടുപോയി പോസ്റ്റീരിയർ സർഫസ് ഓഫ് ദി ടെസ്റ്റസ് അല്ലെ? ഈ ഭാഗത്തല്ല ഉണ്ടാവുന്നത്, ആന്റീരിയർ ഭാഗത്ത്. അതിന്റെ അറ്റഭാഗം എന്ന് പറഞ്ഞാൽ പോസ്റ്റീരിയർ സർഫസ്. അവിടെയാണ് നമ്മുടെ എപ്പിഡിഡിമസിന്റെ സ്ട്രക്ചർ ഉള്ളത്. എപ്പിഡിഡിമസ്. ഓക്കെ, എപ്പിഡിഡിമസ്. ഓക്കെ, അപ്പൊ ഈ എപ്പിഡിഡിമസ് അതാണ് അടുത്ത സ്ട്രക്ചർ, അടുത്ത അക്സസറി ഡക്റ്റ്. എപ്പിഡിഡിമസ്. ഓക്കെ, എപ്പിഡിഡിമസ് സ്പെല്ലിംഗ് നോക്കട്ടെ. യെസ്, കറക്റ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് പിന്നെന്താണ്? വാസ് ഡിഫറൻസ്. അടുത്ത ട്യൂബിലോട്ട് വിട്ടു. അവർ പറഞ്ഞു അടുത്ത ട്യൂബിലേക്ക് പിടിച്ചോ, നമ്മള് ഒരു സ്പേമിനെ കൊണ്ടിരുന്നുണ്ട്. മില്യൻസ് ഓഫ് സ്പേംസ് ആണ് കൊണ്ടിരുന്നുണ്ട്. പിടിച്ചോ. ഇത് കഴിഞ്ഞിട്ട് അത് എങ്ങോട്ടാ പോകുന്നത്? അത് നേരെ യൂറിനറി ബ്ലാഡറിന്റെ ഭാഗത്തേക്കാണ് പോകുന്നത്. അവിടെ വേറെ യൂറേറ്റർ വേറെ വരുന്നുണ്ട്. പൈപ്പ് രണ്ടെണ്ണം, അതിൽ കൂടെ യൂറിൻ വരും. ഇതാണെങ്കിൽ നമ്മൾ പറയും ഇവിടെ ഒരു കോമൺ ഈ ഒരു ഏരിയ നമ്മൾ പറയും ദാറ്റ് ഈസ് യുറേത്ര എന്ന് നമ്മൾ പറയും. അതാണ് അത് കോമൺ യൂറിനോജനൈറ്റഡ് ഡക്റ്റ് ആണ്. യൂറിനും വരുന്നുണ്ട് അങ്ങോട്ട്. അതുപോലെ തന്നെ എന്ത് വരുന്നുണ്ട്? നമ്മുടെ ജനൈറ്റൽ സെക്രീഷൻസുകളും വരുന്നുണ്ട് അല്ലേ? ദാറ്റ് സെമൻ സ്പേംസ് ഒക്കെ വരുന്നുണ്ട്. പിന്നെന്താണ്, നമ്മൾ
ഇവിടെ 2-3 ഗ്ലാൻഡുകൾ സ്ട്രക്ചർ കാണിക്കണം. പക്ഷെ ഞാനിപ്പോൾ കാണിക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേത് പറഞ്ഞു കഴിഞ്ഞിട്ടേന്ന് വെച്ചിട്ടാണ് ഡെക്സുകൾ. ഓക്കെ, അതുകൊണ്ട് നമുക്ക് പാത്വേ കാണാം. വാസ് ഡിഫറൻസ് യൂറിനറി ബ്ലാഡറിനെ ലൂപ്പ് ഔട്ട് ചെയ്ത് വന്നു കഴിയുമ്പോൾ പിന്നെ ഇങ്ങോട്ട് വരുന്നത് ഈ ഒരു ഭാഗത്ത് എന്ത് വരുന്നുണ്ട്, ഇജാക്കുലേറ്ററി ഡക്ട്. ഇവിടെയാണ് ടെമ്പററി സ്റ്റോറേജ് വരുന്നത്. നമ്മുടെ സെമൻ സ്പേം അതിൽ ഉണ്ടാവും. പിന്നെന്താണ്, ഇത് കഴിഞ്ഞത് യുറേത്രയിൽ ഒന്ന് ഓപ്പൺ ചെയ്യുന്നു. അത് കഴിഞ്ഞാൽ യുറേത്രൽ മീറ്റസ്, നമ്മുടെ യൂറിൻ പോകുന്ന ആ ഒരു ഓപ്പണിംഗ്, യുറേത്രൽ മീറ്റസ്, ആ ഒരു ഓപ്പണിംഗ് കൂടെ എന്താവുന്നുണ്ട്, ഇജാക്കുലേഷന്റെ ടൈമിൽ സെമൻ പുറത്തേക്ക് വരുന്നുണ്ട്. അതിലെന്തുണ്ടാവും, നമ്മുടെ സ്പേംസുകൾ ഉണ്ടാവും. ഓക്കെ, ആ ഫ്ലൂയിഡിൽ എന്തുണ്ടാവും, നമ്മുടെ സ്പേംസ് ഉണ്ടാവും. ഓക്കെ, ഇജാക്കുലേഷൻ ഒരു നീല കളറൊക്കെ ഇജാക്കുലേഷൻ പുറത്തേക്ക് വരുമ്പോൾ. അപ്പം ഇത് വെച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്തുകൊണ്ട് എന്തൊക്കെയാണ് അക്സസറി ഡക്റ്റുകൾ, വാസ് ഡിഫറൻസ്, പിന്നെന്താണ് ഇജാക്കുലേറ്ററി ഡക്റ്റ്, പിന്നെന്താണ് അത് കഴിഞ്ഞാൽ പിന്നെ യുറേത്ര, പിന്നെന്താണ് യുറേത്രൽ മീറ്റസ്. എന്നുവെച്ചാൽ വേറെ ഒന്നുമില്ല, എന്റെ ഓപ്പണിങ്ങിന് ഒരു മനോഹരമായ പേരിട്ടുന്നുള്ളൂ. അങ്ങനെ കുറെ മനോഹരമായ പേരുകൾ നിങ്ങൾ ഈ ടെക്സ്റ്റ് ബുക്കിൽ കാണും. അപ്പൊ എന്താണ്, അതാണ് അതിന്റെ ലാസ്റ്റ് മെയിൽ അക്സസറി ഡക്റ്റുകളെ പറ്റി പറയാവുന്ന ഭാഗം. അപ്പൊ നോക്കിയേ, ഞാൻ പറഞ്ഞ പാത്വേ നോക്കിയേ, നമ്മുടെ ടെസ്റ്റസ് അതിന്റെ ഒരു സൈഡാണ് ഞാൻ കാണിക്കുന്നത്. ടെസ്റ്റസിൽ നിന്ന് കമ്പാർട്ട്മെന്റുകൾ, സെമിഫ്രസ് ട്യൂബ്യൂൾസ്, കമ്പാർട്ട്മെന്റ്സിന്റെ ഉള്ളിലാണ് സെമിഫ്രസ് ട്യൂബ്യൂൾസ്. അവിടെ സ്പേം ഫോം ചെയ്തിട്ട് അതെങ്ങോട്ടാ കടത്തി വിടുന്നവര് റെറ്റി ടെസ്റ്റസ് എന്നുള്ള ഒരു നെറ്റ്വർക്ക് ഏരിയാസ് ഓഫ് ട്യൂബ്യൂൾസിലേക്ക് കണക്ട്, ആ ട്യൂബുകളിലേക്ക് അല്ലെങ്കിൽ ഡക്ട്യൂൾസിലേക്ക് കണക്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞാൽ അവിടെ എന്താണ്, വാസ് എഫറൻഷ്യയിലേക്ക് പോകുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ എന്താണ്, പിന്നെ അത് ഒരു എപ്പിഡിഡമസ് എന്ന് പറഞ്ഞ സ്ട്രക്ചറിലോട്ട് പോകുന്നു. പിന്നെന്താണ്, അത് പോസ്റ്റീരിയർ സർഫസ് ഓഫ് ടെസ്റ്റസിൽ കാണുന്നതാണ്. പിന്നെ അവിടെ നിന്ന് വാസ് ഡിഫറൻസിലോട്ട് പോകുന്നു. അത് യൂറിനറി ബ്ലാഡറിനെ ഒന്ന് ചുറ്റിക്കറങ്ങി. കാരണം എന്താ, ഇവിടുന്ന് ഇത് എത്തിക്കഴിയുമ്പോൾ ഇത് രണ്ടും ഇത്രയും ഭാഗം നമ്മുടെ പെൽവിസിന്റെ റീജിയൻ ആണ്. ഇത് എക്സ്ട്രാ അബ്ഡോമിനലാണ്, പുറത്തേക്ക് കാണുന്ന ഏരിയകളാണ് ഈ പറഞ്ഞ ടെസ്റ്റിസിന്റെ പെയറും പീനസിന്റെ സ്ട്രക്ചറും ഒക്കെ. അവിടെ കിടക്കട്ടെ. ഇത് കഴിഞ്ഞിട്ട് എന്താണ്, ഇത് ഇവിടെ നിന്ന് കുറച്ച് ഗ്ലാൻഡുകൾ ഉണ്ട്. ഗ്ലാൻഡുകളിൽ നിന്നൊക്കെ ഈ കാണുന്നൊക്കെ ഗ്ലാൻഡുകളാണ്. ഇവിടെ നിന്നൊക്കെ സെക്രീഷൻസുകളൊക്കെ മേടിച്ചിട്ട് അതെങ്ങോട്ടാ പോകുന്നത്, അത് ഇവിടെ വെച്ചിട്ട് സെമിനൽ വെസിക്കിളിൽ നിന്ന് ഈ വാസ് ഡിഫറൻസ് ഒരു ഡക്റ്റ് റിസീവ് ചെയ്യുന്നുണ്ട്. അത് ഈ വാസ് ഡിഫറൻസ് ഇവിടെ ഒരു കോമൺ ഡക്റ്റ് ആയിട്ട് മാറുന്നുണ്ട്. ദാറ്റ് ഇസ് ജാക്കുലേറ്ററി ഡക്റ്റ്. അത് സെമിനൽ വെസിക്കിളിൽ നിന്ന് ഒരു ഡക്റ്റ് റിസീവ് ചെയ്യുന്നുണ്ട്, വാസ് ഡിഫറൻസ്, അങ്ങനെ ഒരു ജാക്കുലേറ്ററി ഡക്റ്റ് ഫോം ചെയ്യുന്നുണ്ട്. അത് പിന്നീട് എന്താണ്, ഈ സെക്രീഷൻസുകളെല്ലാം മേടിച്ചിട്ടുണ്ട് യുറേത്ര എന്ന് പറഞ്ഞിട്ടുള്ള ട്യൂബിലോട്ട് വിടുന്നുണ്ട്. അവിടെ നിന്ന് അത് ഇജാക്കുലേഷൻ ടൈം ആവും. സെക്ഷൽ ആക്ടിവിറ്റിയുടെ സമയത്ത് ഇജാക്കുലേഷൻ നടക്കുമല്ലോ, പുറത്തേക്ക് പോകണല്ലോ സെമൻ. അപ്പൊ ആ സമയത്ത് അതിൽ നിന്ന് ആ യുറേത്രൽ മീറ്റസ് ഓപ്പണിംഗ് തുറന്ന് അവിടെ നിന്ന് ഉണ്ടാവുന്നുണ്ട്, അവിടെ ഇജാക്കുലേഷൻ ഉണ്ടാവുന്നുണ്ട്, സെമിനൽ ഫ്ലൂയിഡ് പുറത്തേക്ക് പോകുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഇതിന്റെ പാത്വേ കണ്ടു. ഓക്കെ, റെറ്റി ടെസ്റ്റസ്, വാസ് എഫറൻഷ്യ, എപ്പിഡിഡമസ്, വാസ് ഡിഫറൻസ്, വാസ് ഡിഫറൻസ്, ഇജാക്കുലേറ്ററി ഡക്റ്റ്, യുറേത്രൽ മീറ്റസ് ഒക്കെ പാത്വേ ഒക്കെ കണ്ടു. ഇനി അവർ ചോദിക്കുന്നത് എന്താണ്, ഇനി ഇതിന് സഹായിക്കുന്ന ഗ്ലാൻഡുകൾ ഏതാണ്? നമ്മൾ പറഞ്ഞില്ലേ അടുത്തത് അക്സസറി എന്താണ്, അക്സസറി ഗ്ലാൻഡുകൾ ഏതാണ്? accessory glands പച്ച കളറിലുണ്ടല്ലോ, അത് കാണുമ്പോൾ വിചാരിക്കുന്നു അല്ലെങ്കിൽ സൂം ചെയ്ത് നോക്കിട്ടോ. ഞാനെന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറെ ഹാൻഡ് മൂവ്മെന്റ്സ് ഇതൊക്കെ നടത്തേണ്ടി വരും. അപ്പോൾ അതാണ് നമ്മൾ കുറച്ച് ബോഡിനെ ഇങ്ങനെ ഫോക്കസ് ചെയ്ത് ചെറുതാക്കി വെച്ചേക്കുന്നത്. നമുക്കൊന്ന് സൂം ചെയ്താൽ എല്ലാം കാണാം. ഓക്കെ, അപ്പൊ എന്താണ്, ഇനി നമ്മൾ അടുത്ത ഭാഗം വരുന്നത് accessory ഗ്ലാൻഡുകളാണ്. ഗ്ലാൻഡ്സ്. ഇനി നമ്മൾ എന്താ പോകുന്നത്, accessory ഗ്ലാൻഡ്സ്. അതോട് കഴിഞ്ഞാൽ മെയിൽ റീബോഡി സിസ്റ്റം കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ എന്തിന് പെട്ടെന്ന് കഴിഞ്ഞേ ഞാൻ വിചാരിച്ചില്ല. ഇത് നമുക്ക് കുറെ MCQs കവർ ചെയ്യണം. അതായത് ഓരോ നമ്മളിങ്ങനെ പോയിന്റ് ചെയ്ത് ആക്റ്റീവ് റീകോൾ മെത്തേഡ് പോലെ ഒരു ചോദ്യം പോലെ മെയിൽ റീബോഡി സിസ്റ്റത്തിൽ നിങ്ങൾക്ക് മിസ്സാവരുത്. ആ രീതിയിൽ നമുക്ക് കവർ ചെയ്യണം. ഓക്കെ, accessory ഗ്ലാൻഡുകൾ. accessory ഗ്ലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെമിനൽ വെസിക്കിൾ. ഞങ്ങൾ പറഞ്ഞില്ലേ ഈ രണ്ട് സ്ട്രക്ചർ, ഈ കാണുന്ന സെമിനൽ വെസിക്കിൾ, അത് എത്ര ഉണ്ട്, രണ്ടെണ്ണല്ലേ സെമിനൽ വെസിക്കിൾ, പെയർ ഓഫ് സെമിനൽ വെസിക്കിൾ തമ്മിലാണ് പെയർ ഉണ്ട്. പിന്നെന്താണ്, ഒരു പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് കേട്ടോ ഇവിടെ കാണുന്നത്, ഒരു പ്രോസ്ട്രേറ്റ് സ്പെല്ലിംഗ് പ്ലീസ് കറക്റ്റ് ആണ്. പ്രോസ്റ്റേറ്റ് ഞാൻ ഇവിടെ പ്രോസ്റ്റേറ്റ് നിങ്ങൾ ഈ ആനുവൽ എക്സാമിനൊക്കെ എഴുതാനുള്ളതല്ലേ, അപ്പോൾ കുറച്ച് സ്പെല്ലിംഗ് ഒക്കെ ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് കൂടെ എഴുതുമ്പോൾ സ്പെല്ലിംഗ് ഒക്കെ ശരിയായിക്കോളും. പിന്നെന്താണ്, അത് ഒരെണ്ണമുള്ളൂ. ഓക്കെ, സിംഗിൾ ഒരെണ്ണമുള്ളൂ. ഇത് പെയർ ആണ്. പിന്നെന്താണ്, ബൾബോയുറേത്രൽ ഗ്ലാൻഡ്. ഇവിടെ കാണുന്ന ഒരു ബൾബ് പോലുള്ള സംഭവം, അതിൽ നിന്നും സെക്രീഷൻസ് വരുന്നുണ്ട്. ബൾബോയുറേത്രൽ
ഗ്ലാൻഡ്. ഇതിനെ കൗപ്പേഴ്സ് ഗ്ലാൻഡ് എന്നും കൂടി വിളിക്കാറുണ്ട്. കൗപ്പേഴ്സ് ഗ്ലാൻഡ് നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. നീറ്റിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന പിള്ളേരല്ലേ. അപ്പൊ എന്താണ്, ഇതാണ് നമ്മുടെ ഈ ലാസ്റ്റ് പോർഷൻ നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിന്റെ. ഇത് ഞാൻ ആ സെക്ഷണൽ വ്യൂ ചെയ്തില്ലേ, സെക്ഷൻ സെമിഫ്രസ്റ്റുക്കിൾസിനെ കട്ട് ചെയ്തിട്ടുള്ള അതിൻ്റെ ഉള്ളിലുള്ള സ്പെർമാറ്റോഗോണിയും പിന്നെന്താണ് നമ്മുടെ മറ്റേ സെട്രോളി സെൽസും സ്പേംസിനൊക്കെ കണ്ടില്ലേ, അതാ പടാണത്. പിന്നെന്താ ഈ ഒരു ഭാഗം ലാസ്റ്റ് 2 പാരഗ്രാഫ് കൂടി കഴിഞ്ഞു. അപ്പൊ എന്താണ് ഇവര് പറയുന്നത്, accessory ഗ്ലാൻഡുകൾ എന്താണെന്നാണ് പറയുന്നത്. So accessory gland is a pair of seminal vesicle, a single prostate gland and a pair of bulbourethral gland. ഇതിനെന്താ എന്തോ വരുന്നുണ്ട്, സെക്രീഷൻസ് വരുന്നുണ്ട്. ആ സെക്രീഷൻസുകൾ എന്തൊക്കെയാണ് നമ്മൾ പഠിക്കും. അതായത് ഇവര് സെക്രീറ്റ് ചെയ്യുന്ന ഐറ്റംസുകൾ എന്തൊക്കെയാണ്, ദാറ്റ് ഇസ് ഫ്രക്ടോസ്, എനർജി കൊടുക്കേണ്ട സ്പെർമിന് ഫ്രക്ടോസ് വരുന്നുണ്ട്. പിന്നെന്താ വരുന്നേ, കാൽസ്യം, ഓക്കെ. പിന്നെ കുറച്ച് എൻസൈംസുകൾ വിടുന്നുണ്ട്, എൻസൈംസ് ഇതൊക്കെ അത് വിടുന്നുണ്ട്. പോരാണ്ട് ഈ ബൾബോറേറ്റർ ഗ്ലാൻഡ് ഇൻ അഡീഷണൽ ആയിട്ട് ഇതെല്ലാവരും കൂടി വിടുന്നതാണ്. ഇൻ അഡീഷണൽ ആയിട്ട് എന്ത് കൊടുക്കുന്നുണ്ട്, ലൂബ്രിക്കേഷൻ. ലൂബ്രിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഇത് ഇജാക്കുലേഷന്റെ സമയത്ത് അത് ആ സെമൻ അതിനുള്ളിൽ കയറുമ്പോൾ എന്താ പറയാ, അതിന്റെ പാത്വേ ഒന്ന് സ്മൂത്ത് ആക്കാൻ വേണ്ടി ലൂബ്രിക്കേഷൻ ചെയ്യാമെന്ന് നമ്മൾ പറയും അല്ലെ. നമ്മള് ഇപ്പൊ എന്താ പറയാ, കാലൊക്കെ ഒന്ന് സ്മൂത്ത് ആവാൻ വേണ്ടി നമ്മൾ ഓയിൽ ചെയ്യുമോ അങ്ങനെയൊക്കെ പറയില്ലേ, ക്രീം, അതേപോലെ തന്നെ ലൂബ്രിക്കേഷൻ കൊടുക്കുന്നുണ്ട്, ലൂബ്രിക്കേഷൻ. ഓക്കെ. അപ്പം ആ പെനിസിന്റെ റീജിയനിൽ ലൂബ്രിക്കേഷൻ കൊടുക്കുന്നുണ്ട് ഇല്ലേ. അതിന് ഒരു ആ ഏരിയയിൽ കുറച്ച് സെക്രീഷൻസിന്റെ ഭാഗമായി അതിനൊരു എന്താ പറയാ, ഒരു ഒഴുക്ക് കിട്ടുന്നുണ്ട്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെന്താണ്, സെക്രീഷൻസ് ഓഫ് ദീസ് ഗ്ലാൻഡ്സ് കൺസ്റ്റിറ്റ്യൂട്ട് സെമിനൽ പ്ലാസ്മ. അപ്പൊ ഈ ഗ്ലാൻഡിലെ സെക്രീഷൻസ്, ഇതെല്ലാം അടങ്ങുന്ന സെക്രീഷൻസിന് നമ്മൾ ഒരു മനോഹരമായ പേരിടും. ദാറ്റ് ഈസ് വാട്ട് കോൾഡ് ആസ് സെമിനൽ പ്ലാസ്മ. സെമിനൽ പ്ലാസ്മ. അപ്പൊ ഈ സെമിനൽ പ്ലാസ്മയിൽ ആരൊക്കെ ഉണ്ടാവും, ഈ സെക്രീഷൻസ് ഉണ്ടാവും, അതോടൊപ്പം തന്നെ പ്ലസ് എന്തുണ്ടാവും, സ്പേംസും ഉണ്ടാവും അല്ലെ, സ്പേംസും ഉണ്ടാവും. ഓക്കെ. ഇനി നമ്മൾ പഠിക്കാനുള്ള ഒരു ഭാഗം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എക്സ്റ്റേണൽ ജെനിറ്റാലിയ ആണ്. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ഇതിൽ ആഡ് ചെയ്യണം. ദാറ്റ് ഈസ് എപ്പിഡെമിസിലാണ് ഒരു മെച്ചുറേഷൻ നടക്കുന്നത്. ഇവിടുന്ന് സ്പേം ഉണ്ടായി ഓക്കെ ശരിയാണ്, പക്ഷെ മൂപ്പരൊന്ന് മെച്ചുവർ ആവണ്ടേ, അല്ലാണ്ട് ഒരു വലിയ കാര്യം ചെയ്യാൻ പോവല്ലേ, അപ്പോ ഓവമായിട്ട് പോയൊക്കെ റിലേറ്റ് ചെയ്യാൻ പോവല്ലേ, അപ്പൊ അത് മെച്ചുവർ ആവണ്ടേ. മെച്ചുറേഷൻ ഓഫ് ദ സ്പേം ഒരു എന്താ പറയാ, ഒരു കുറച്ച് കൂടുതൽ നേരമുള്ള സ്റ്റോറേജ് ഒക്കെ വരുന്നത് ഇവിടെയാണ് എപ്പിഡെമിസിൽ. ടെക്റ്റിൽ സ്റ്റോർ ചെയ്യുന്നുണ്ട്, അത് ടെമ്പററി ആണ്, റിലീസിന്റെ ടൈമിൽ പുറത്തേക്ക് വേഗം എത്തിക്കാൻ വേണ്ടി. മെച്ചുറേഷൻ ഓഫ് ദ സ്പേം ആ ഒരു ഭാഗം നമ്മൾ ആലോചിച്ച് വെക്കണം. എപ്പിഡെമിസിന്റെ ഭാഗത്തിൽ നമ്മൾ പറയുന്നതാണ്. നമ്മുടെ ടെക്സ്റ്റിൽ അത് പറയുന്നുണ്ടോ, യെസ്, അതിൽ മെച്ചുറേഷന്റെ റീജിയൻ വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ ഇതിൽ എക്സ്ട്രാ പോയിന്റ് ആയിട്ടായാലും നിങ്ങൾ ഓർത്ത് വെക്കണം. ഓക്കെ. പിന്നെന്താണ്, പീനസ്. ഇനി എക്സ്റ്റേണൽ ജെനിറ്റാലിയ. എക്സ്റ്റേണൽ ജെനിറ്റാലിയ, എക്സ്റ്റേണൽ ജെനിറ്റാലിയ, എക്സ്റ്റേണൽ ജെനിറ്റാലിയ എന്തായിരിക്കും ഈ എക്സ്റ്റേണൽ ജെനിറ്റാലിയ? ഞാൻ ഏത് കളർ എടുക്കും? എക്സ്റ്റേണൽ ജെനിറ്റാലിയ എക്സ്റ്റേണൽ ജെനിറ്റാലിയ എന്ന് പറയുമ്പോൾ പീനസ്, പീനസ് എന്താണ് നമ്മുടെ എക്സ്റ്റേണലി നമുക്ക് സ്ക്രോട്ടം കാണുമെന്ന് പറഞ്ഞു, അതേപോലെ തന്നെ യൂറിനേറ്റ് ചെയ്യുന്ന ആ ഒരു പാർട്ട് അല്ലെ, നമ്മൾ യൂറിനേഷൻ നടത്തുന്ന ഒരു പാർട്ട് റിപ്രൊഡക്റ്റീവ് ഓർഗന്റെ. ഓക്കെ. അപ്പൊ അതെന്താണ്, അത് എക്സ്റ്റേണൽ ജെനിറ്റാലിയ ആണ്. ഓക്കെ. പീനസ് എന്ന് പറഞ്ഞ സ്ട്രക്ചർ. പിന്നെന്താണ് വരുന്നത്, അത് ഒരു സ്പെഷ്യൽ ടിഷ്യൂ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, വേറെ ഒന്നുമില്ല. ഇപ്പൊ ഞാൻ ഈ കാണിച്ച ഭാഗമില്ലേ, ഇതാണ് പീനസ് എന്ന് പറയുന്ന ആ സ്ട്രക്ചർ. ഓക്കെ. പീനസ് എന്ന് പറഞ്ഞ സ്ട്രക്ചർ, അതിൽ കൂടെയാണ് ഈ അതിൻ്റെ ഉള്ളിൽ ഒരു ട്യൂബ് പോകുന്നത്, ദാറ്റ് ഇസ് യുറേത്ര എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷെ എക്സ്റ്റേണൽ ജെനിറ്റാലിയ പുറത്തേക്ക് കാണുന്നത് വീനസിന്റെ സ്ട്രക്ചർ ആണല്ലോ, ഉള്ളിൽ നമുക്ക് മനസ്സിലാവും. പിന്നെ ഇവർ പറയുന്നത് വെച്ചാൽ സ്പെഷ്യൽ ടിഷ്യൂ ഉണ്ട്, അതായത് ഈ പെനിസിന്റെ ഇറക്ഷനൊക്കെ വേണ്ടി സഹായിക്കുന്ന ഒരു ടിഷ്യൂ ആണ്. അതിന് ആ സമയത്ത് ബ്ലഡ് വന്നറിയും, അതിന് നമ്മൾ അത് സ്പെഷ്യൽ ടിഷ്യൂ, ഇറക്ടൈൽ ടിഷ്യൂ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. കുറച്ച് എക്സ്ട്രാ നോളജ് ആയിട്ട് നിങ്ങൾ ആലോചിച്ച് വെച്ചോ. ഓക്കെ. അപ്പൊ എന്താണ്, ദിസ് ഇസ് ഹെൽപ്സ് ഇൻ ദ ഇറക്ഷൻ ഓഫ് ദ പെനിസ് ഡ്യൂറിംഗ് ടു ഫെസിലിറ്റേറ്റ് എന്തിനാണ്, ഇൻസെമിനേഷൻ. ഇൻസെമിനേഷൻ സമയത്ത് ഈ പറഞ്ഞ പീനസ് കുറച്ചും കൂടി എന്താണ് പറയുന്നത്, അത് അതിന് കയറണമെങ്കിൽ കുറച്ച് സ്റ്റിഫ് ആയിട്ട് എടുക്കണം. ആ സമയത്ത് സെക്ഷൽ ആക്ടിവിറ്റിയിൽ ഇജാക്കുലേഷൻ ടൈം ആകുമ്പോൾ ഇവിടെ കുറച്ച് ബ്ലഡ് ലോന്ന് അറിയും, അപ്പൊ ആ ടിഷ്യൂസ് എന്താവും കുറച്ചും കൂടി ഫേം ആയിട്ട് വരും. അപ്പൊ എന്താണ്, അതിന് ഈസിലി അതിന് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇൻസെമിനേഷൻ റീപ്രൊഡക്റ്റീവ് ട്രാക്ട് വെച്ചാലോട്ട് ഈസിലി ഇൻസേർട്ട് ചെയ്യാൻ പറ്റും പീനസിന്. ഓക്കെ. അപ്പൊ ഇജാക്കുലേഷൻ നടന്നോളും. ഇനി എന്താണ്, അപ്പൊ അതിന് പുറമെ ആയിട്ട് നമ്മൾ പറയുന്നത് ഇതിന്റെ ഒരു
എൻഡ് ഭാഗം, പീനസിന്റെ എൻഡ് ഭാഗം കുറച്ചുകൂടി എൻലാർജ്ഡ് ആയിരിക്കും. അതിന് നമ്മൾ എന്ത് പറയും? അതിന് നമ്മൾ എന്ത് പറയും? ഞാൻ ഇവിടെ എഴുതാൻ ഗ്ലാൻസ് പീനസ്, ഗ്ലാൻസ് പീനസ് എന്നതിന് പറയും. ഓക്കെ. പിന്നെ ഇതിനൊരു ലൂസ് ഫോൾഡ് ഓഫ് സ്കിൻ ഉണ്ട്. സ്കിൻ, ആ സ്കിൻ എന്താണ്? അതിങ്ങനെ കവർ ചെയ്ത് കിടക്കുന്നുണ്ട്. അപ്പം ആ സ്കിൻ എന്ന് പറയുന്നത് അതെന്താണ്? ലൂസ് ഫോൾഡ് ഓഫ് സ്കിൻ ആണ്. അത് ഈ ഇൻസെമിനേഷന്റെ സമയം ഒക്കെ ആകുമ്പോഴേക്കും അതെന്തായി, അത് അതിനൊക്കെ ഈ ഒരു ഭാഗം നോക്കിയാലായി നോക്കി, the glans penis is covered by a loose wall of skin called foreskin. അപ്പം ഈ ഒരു സ്കിന്നിന്റെ ലെയർ നമ്മുടെ ഇജാക്കുലേഷൻ ഇറക്ഷന്റെ സമയത്തൊക്കെ ആകുമ്പോഴേക്കും അത് ലൂസ് ഫോൾഡ് അല്ലേ, അപ്പോൾ താഴോട്ട് ഇറങ്ങി പോയിട്ടുണ്ടാവും. സോ ഇൻസെമിനേഷൻ ഈസി ആവും. അപ്പം ഈ ഫോർസ്കിന്നിന്റെ ഫംഗ്ഷൻ എന്നൊക്കെ പറയുമ്പോൾ കുറച്ചുകൂടി ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. ഒരു എക്സ്ട്രാ ഇതൊക്കെ മീൻസ് വേറെ എന്താ പറയാ, പെട്ടെന്ന് ആ ഏരിയയിലൊക്കെ ഒരു ജേംസിന്റെ ആക്ടിവിറ്റി ഒക്കെ തടയാൻ അങ്ങനെയൊക്കെ പ്രൊട്ടക്ഷൻ ലെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ലൂസ് ഫോൾഡ് ഓഫ് സ്കിൻ ആണ്. ചില റിലീജിയൻസിലൊക്കെ അത് നമ്മൾ അറിയാതെ അത് കട്ട് ചെയ്ത് അവരൊരു ഇതിന്റെ എന്താ പറയാ, അതിൻ്റെ ഉള്ളിലൊക്കെ സ്വെറ്റും സെക്രീഷൻസ് ഒക്കെ ഉണ്ടാവും സെപ്പം. അപ്പൊ അതൊക്കെ നമ്മുടെ ഒരു ഇതിന്റെ ഭാഗമായി അതൊക്കെ കട്ട് ചെയ്യാറുണ്ട് റിലീജിയൻസിൽ. ഓക്കെ. എന്താ പറയുക, ക്ലീൻനെസിന്റെ ഭാഗമായിട്ട് ആ ഏരിയ നമ്മൾ ഏറ്റവും നീറ്റ് ആയിട്ട് വെക്കണം എന്നാ പറയാ, ആ സ്കിന്നിന്റെ ഉൾഭാഗം. ദാറ്റ് ഇസ് കാരണം എന്താ വെച്ചാൽ ഈസിലി വാഷ് ഔട്ട് ചെയ്യണം, ഹൈജീൻ കീപ്പപ്പ് ചെയ്യണം, അല്ലെങ്കിൽ കുറെ എന്തെങ്കിലുമൊക്കെ ഇൻഫെക്ഷൻസുകൾ വരാം. ഓക്കെ. അത്രയൊക്കെ ഉള്ളൂ. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ മെയിൽ റിപ്പോർട്ടിംഗ് സിസ്റ്റത്തിൽ സംസാരിക്കാനുള്ളതും പറയാനുള്ളതും ഒക്കെ. അപ്പൊ ഒരു ക്വിക്ക് ഷോർട്ട് റിവിഷൻ പോലെ ഞാൻ ഒന്നുകൂടി എല്ലാവരും കൂടെ നോക്കും. അപ്പൊ മെയിൽ റിപ്പോർട്ടിംഗ് സിസ്റ്റം ഫസ്റ്റ് പോയിന്റ് എന്താ? പെയർ ഓഫ് ടെസ്റ്റസ് ആൻഡ് S3 എന്താണ്, ഡെക്സുകൾ ഉണ്ട്, S3 ഗ്ലാൻഡുകൾ ഉണ്ട്, എക്സ്റ്റേണൽ ജെനിറ്റാലിയ ഉണ്ട്. ഓക്കെ. ആ ഭാഗം കഴിഞ്ഞു. പിന്നെന്താണ്? ഇറ്റ് ഇസ് എക്സ്ട്രാ അബ്ഡോമിനൽ ഇൻ ദ പെൽവിസ് റീജിയൻ ആണ്. പിന്നെന്താണ്? എക്സ്ട്രാ അബ്ഡോമിനൽ ആയിട്ട് ടെസ്റ്റസ് എവിടെയാണ് കാണുന്നത്? സ്ക്രോട്ടത്തിന്റെ ഉള്ളിലാണ്. അതിന്റെ ടെമ്പറേച്ചർ എത്രയാണ്? 2 to 2.5 ഡിഗ്രി സെൽഷ്യസ് ആണ്. ലോവർ ദാൻ ദ ബോഡി ടെമ്പറേച്ചർ ആണ്. പിന്നെന്താ പറഞ്ഞത് പിന്നെ നമ്മൾ ടെസ്റ്റസിനെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ എന്തുണ്ട്, ഒരു ടെസ്റ്റസ് എടുത്തു. അപ്പൊ അതിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? കുറെ കമ്പാർട്ട്മെന്റ്സ് ഉണ്ടെന്ന് മനസ്സിലായി. കമ്പാർട്ട്മെന്റ്സ് നമ്മൾ എന്ത് പറയും? ടെസ്റ്റിക്കുലർ ലോബ്യൂൾസ് എന്ന് പറയും. അതിന്റെ ഒരു കമ്പാർട്ട്മെന്റ് എടുത്തിട്ട് നമ്മൾ നോക്കുമ്പോൾ അതിൽ നിന്നുണ്ട് കുറെ 1 to 3 സെമിഫ്രസ് ട്യൂബ്യൂൾസ് ഹൈലി കോയിൽഡ് ആയിട്ട് കിടക്കുന്നുണ്ടെന്ന് മനസ്സിലായി. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യും? ക്രോസ് സെക്ഷൻ കട്ട് ചെയ്തിട്ട് നമ്മളൊന്ന് എക്സാമിൻ ചെയ്യും. നമുക്ക് മനസ്സിലായി അതിന്റെ ഉള്ളിൽ ലൈൻ ചെയ്തിട്ട് എന്തുണ്ട്? സ്പെമാറ്റോഗോണിയം മെയിൽ ജേം സെൽസ് ഉണ്ട്. പിന്നെ അതിന്റെ ഇടയിൽ സെറ്റോളി സെൽസുകൾ ഉണ്ട് ലുമന്റെ ഭാഗത്തേക്ക് ആയിട്ട്. കാരണം എന്താ? ഉണ്ടാവുന്ന സ്പേംസുകൾ, സ്പെമാറ്റോജെനസിസ് നടന്ന് ഉണ്ടാവുന്ന സ്പേംസുകൾക്ക് എന്ത് വേണം? അവർക്ക് ഫുഡ് വേണം, സെറ്റോളി സെൽസ്. അപ്പോൾ ഈ മെയിൽ ജേം സെൽസ് പിന്നീട് അതിൽ നിന്ന് കുറച്ച് സെൽസുകൾ, അതിനെയാണ് നമ്മൾ എന്ത് പറയാ, പ്രൈമറി സ്പെർമാറ്റോസൈറ്റുകൾ എന്ന് പറയും. പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്സ് നിങ്ങൾ പഠിക്കും നമ്മുടെ സ്പെർമാറ്റോജെനസിസ് വരുമ്പോൾ. അതാണ് ഈ സ്പെർമാറ്റോഗോണിയയിലെ മെയിൽ ജേം സെൽസ്, അതിൽ മൈറ്റോസിസ് നടക്കും. അവരുടെ എണ്ണം കൂടും. അവരെന്ത് സ്റ്റേറ്റിലാണ്? ഡിപ്ലോയിഡ് സ്റ്റേറ്റിലാണ്, 2n സ്റ്റേറ്റിലാണ്. മൈറ്റോസിസ് നടക്കുമ്പോൾ ഇതും ഡിപ്ലോയിഡ് സ്റ്റേറ്റ് ആയിരിക്കും. ഇവരാണ് ഈ എന്ത് ചെയ്യുക, മിയോസിസ് ഒക്കെ ഇനിഷ്യേറ്റ് ചെയ്തിട്ട് ഫൈനലി നമ്മുടെ കഥയിലെ ധാരമായ സ്പെർമിനെ ഉണ്ടാക്കുന്നത്. ഓക്കെ. പിന്നെന്താണ് പറയുന്നത്? ഇനി ഇതില് പിന്നെ പറയുന്ന ഒരു പോർഷൻ എന്താണെന്ന് വെച്ചാൽ, ഇനി സെൻട്രൽ സെൽസ് ന്യൂട്രീഷൻ കൊടുക്കുന്നതെന്ന് മനസ്സിലായി. പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള ഈ ഓരോ സെമിഫ്രസ് ട്യൂബ്യൂൾസിന്റെ ക്രോസ് സെക്ഷൻ അവിടെ കുറച്ച് സ്പേസുകളുണ്ട്. ഒരു റെഡ് കളർ സ്പേസ് ഒക്കെ ആണ് ടെക്സ്റ്റ് ബുക്കിൽ കാണാം. ആ സ്പേസ് നമ്മൾ എന്ത് പറയും? ഇൻഡസ്ട്രീഷ്യൽ സ്പേസ്. അതിൽ കുറച്ച് സെൽസുകളുണ്ട്, ഇൻഡസ്ട്രീഷ്യൽ സെൽസ്. പിന്നെ എന്ത് പറയും? അതിനെ ലേഡി സെൽസ് എന്നൊക്കെ വിളിക്കാം. എന്താ? അത് ആൻഡ്രോജൻസ്, ടെസ്റ്റിക്കുലർ ഹോർമോൺസ് ആയിട്ടുള്ള ആൻഡ്രോജൻ വിച്ച് ഇസ് യൂസ്ഡ് ഫോർ സ്പെർമാറ്റോജെനസിസ് അല്ലെ. എന്നാലാണ് അവരൊക്കെ വന്നാലാണ് നമ്മുടെ സെമിഫ്രസ് ട്യൂബ്യൂൾസിനൊക്കെ സ്പേംസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? പിന്നെ നമ്മൾ അക്സസറി എന്താണ്, അക്സസറി ഡക്റ്റുകളിലേക്ക് പോകുന്നു. അക്സസറി ഡക്റ്റ് എന്ന് സെമിഫ്രസ് ട്യൂബ്യൂൾസ് നമ്മുടെ സംഭവം കഥയിലെ വില്ലൻ സ്പേം ഉണ്ടായി. ഇത് കഴിഞ്ഞിട്ട് നെറ്റ്വർക്ക് ഓഫ് ട്യൂബ്യൂൾസ് നാം പഠിച്ചു പോകുന്നു. ടെസ്റ്റിസിന്റെ ഉള്ളിൽ തന്നെ കാണുന്ന ഒരു ഏരിയയാണ് നെറ്റ്വർക്ക് ഓഫ് ട്യൂബ്യൂൾസ്, സ്മോൾ ആയിട്ടുള്ള. അവിടേക്ക് റെജി ടെസ്റ്റിലേക്ക് വിട്ടു കൊടുത്തു. ഇത് കഴിഞ്ഞിട്ട് എന്താണ്? അവിടെ നിന്ന് പുറത്തേക്ക് വിടുകയാണ്. ആ പുറത്ത് കൊണ്ടുപോകുന്ന ആളാരാണ്? വാസ് അഫ്രൻഷ്യ. അങ്ങനെ പിടിച്ചിട്ട് ടെസ്റ്റിസിന്റെ പോസിറ്റീവ് സർഫസിലുള്ള എപ്പിഡെമിസിലേക്ക് ഇട്ട് കൊടുക്കുന്നു. എപ്പിഡെമിസ് എന്ത് ചെയ്യുന്നുണ്ട്? എപ്പിഡെമിസ് വേഗം അത് ഒരു ഡിസെൻഡ് ചെയ്ത ട്യൂബിലോട്ട് പോകുന്നുണ്ട്. വാസ് ഡിഫറൻസ്. അത് പിന്നെ എന്താണ്? അവിടെ വരെയൊക്കെ കഥ ഓക്കെയാണ്, സ്ക്രോട്ടത്തിന്റെ ഭാഗമുള്ളതാണ്. പിന്നെ എന്താണ്? ലൂപ്പ് ഓവർ ദ അസെൻസ് ആൻഡ് ലൂപ്പ് ഓവർ ദ യൂറിനറി ബ്ലാഡർ. യൂറിനറി ബ്ലാഡറിന്റെ ഭാഗത്തേക്ക് അത് വന്ന് അവിടുന്ന് സെമിനൽ വെസിക്കിൾ ഉണ്ട്. അവിടെ നമ്മുടെ ഗ്ലാൻഡ്, ഫസ്റ്റ് ഗ്ലാൻഡ് വരുന്നുണ്ട്, പെയർ ഓഫ് സെമിനൽ വെസിക്കിൾ. അവിടെ നിന്ന് കുറച്ച് ഈ വാസ് ഡിഫറൻസ് ഒരു ഡക്റ്റ് റിസീവ് ചെയ്ത് വേറൊരു ഡക്റ്റ് ആയിട്ട് ഓപ്പൺ ചെയ്യാണ് ഇജാക്കുലേറ്ററി ഡക്റ്റ്. പിന്നെന്താണ്? അത് ഞാൻ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിന്റെ ഉള്ളിലുള്ള സർഫസ് നമ്മൾ കാണുന്നുണ്ട്. അവിടെ നിന്നുള്ള സെക്രീഷൻസ് റിസീവ് ചെയ്ത് ബൾബിറേറ്റർ ഗ്ലാൻഡ് എന്നാണ് പെയർ ആണ്. അവിടെ നിന്നുള്ള സെക്രീഷൻസ് റിസീവ് ചെയ്ത് അതിന് നമ്മൾ എന്ത് പറയും? സെമിനൽ പ്ലാസ്മയാണ് ഇതൊക്കെ. അപ്പൊ അതിലെന്തൊക്കെയുണ്ട്? ഫ്രക്ടോസ് ഉണ്ട്, കാൽസ്യം ഉണ്ട്, എൻസൈംസ് ഉണ്ട്,
പിന്നെന്താണ് ഇതെല്ലാം കഴിഞ്ഞ് ഇവര് താഴോട്ട് യുറേത്ര എന്ന് പറഞ്ഞിട്ടുള്ള ട്യൂബിലോട്ട് വീനസിന്റെ ഭാഗത്ത് കാണുന്ന യുറേത്ര എന്നുള്ള ട്യൂബിലോട്ട് വരുന്നു. അത് കഴിഞ്ഞ് പുറത്തേക്ക് യുറേത്രൽ മീറ്റസിലൂടെ പുറത്തേക്ക് പോകുന്നു. അതാണ് ഇജാക്കുലേഷൻ മെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ പറയുന്നത്. ഇത്രയൊക്കെ തന്നെയുള്ളൂ പഠിക്കാൻ. ഇന്ന് നമ്മൾ ടെക്സ്റ്റിൽ ഓരോ ലൈനിൽ കൂടെ പോകും. ടെക്സ്റ്റിലെ കുറച്ച് പിക്ചേഴ്സും കൂടി നമ്മൾ പോകും. അപ്പോൾ സ്റ്റേ ട്യൂൺ, കീപ് വാച്ചിങ്. ഓക്കെ.